സുഹൃത്തുക്കളെ, എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ നാട്ടിൽ ഞങ്ങൾ ചെറിയ കുട്ടികളായിരുന്ന ടൈമിൽ കേട്ടിട്ടുള്ളതല്ല, ഞങ്ങൾക്ക് അറിയാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മളുടെ ആ നാട്ടിലൊക്കെ, നാടെന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല, കുറച്ച് വലിയ വില്ലേജാണ്, വലുതാണ്. അപ്പോൾ അവിടെ നടന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഒരു സ്ത്രീ, അവര് കാണാനൊക്കെ കുറച്ച് നല്ല സുന്ദരിയായിട്ടുണ്ടായിരുന്നു. അവരും അവരുടെ കുട്ടികള്, ഹസ്ബൻഡ്, അങ്ങനെ ഫാമിലി ഫുൾ ഉണ്ടാവും. അപ്പോൾ വീട്ടിലെ കുറച്ചൊക്കെ കഷ്ടപ്പാടായതുകൊണ്ട് അവര് ജോലിക്ക് പോകണ്ടായിരുന്നു. ആ പെണ്ണ് ജോലിക്ക് പോകണ്ടായിരുന്നു, ആ പെൺകുട്ടി. സോ അവര് ജോലിക്ക് പോയ വഴിക്ക് എന്തായി പറഞ്ഞാൽ, അപ്പോൾ അറിയാമല്ലോ ഇപ്പോഴത്തെ പോലെ 2 വീലേഴ്സ് ഒന്നുമല്ല. അപ്പോൾ എല്ലാവരും പോകുന്നത് നമ്മുടെ പ്രൈവറ്റ് ബസ്സസിലായിരിക്കുമല്ലോ. ഗവൺമെന്റ് അല്ലാണ്ട് പ്രൈവറ്റ് ബസ്സാണ് ഞങ്ങളുടെ ഏരിയയിലൊക്കെ കൂടുതൽ ഉണ്ടാവുക. ഗവൺമെന്റ് ബസ്സസ് ഉണ്ടാവില്ല, RTCs. സോ പ്രൈവറ്റ് ബസ്സിൽ പൊക്കോണ്ടിരിക്കുമ്പോൾ, അപ്പോൾ നോർമലി നമുക്ക് ഇപ്പൊ കൂടെ നോക്കി അറിയാം, ചില വീഡിയോസിൽ കാണാറുണ്ട്, ആ പ്രൈവറ്റ് ബസ്സിന്റെ ഡ്രൈവർ, കണ്ടക്ടർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ കുറച്ച് നല്ല ചുള്ളന്മാരായിരിക്കും അല്ലെ, കാണാൻ നന്നായിട്ടുണ്ടാവും. സോ അവരാണെങ്കിൽ കൂടുതൽ ഈ ട്രാവൽ ചെയ്യുന്നവരൊക്കെ ആയിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ട് സംസാരിക്കും. വേറെ രീതിയിലൊന്നും അല്ലെങ്കിലും കുറച്ച് നന്നായി ക്ലോസ് ആയി ഇടപെടുകയൊക്കെ ചെയ്യും. അപ്പൊ ഇവര് ഡെയിലി പൊക്കോണ്ടിരുന്നത് ഒരേ ബസ്സിലായിരുന്നു. അതിലെ കണ്ടക്ടറുമായിട്ട് ഭയങ്കരമായിട്ട് ക്ലോസ് ആയി. ഒരു ദിവസം രാത്രിയായപ്പോൾ അവരുടെ അമ്മായിയമ്മ ഇങ്ങനെ, അമ്മായിയമ്മയും ഹസ്ബൻഡും എല്ലാവരും ഉണ്ടെന്ന് തോന്നുന്നു, അവരൊക്കെ ഇങ്ങനെ നമ്മളെ അടുത്തുള്ള ഷോപ്പിൽ ഇങ്ങനെ ഫോൺ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട്. അപ്പൊ അന്ന് എല്ലാവരുടെയും വീട്ടിലൊന്നും ഫോൺ ഉണ്ടായിരുന്നില്ല. സോ അതിനൊക്കെ വേണ്ടിയിട്ട് അവർ, അപ്പൊ നമുക്കിങ്ങനെ പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, കുറച്ചിങ്ങനെ അസ്വാഭാവികമായിട്ട്, ഇങ്ങനെ നോർമലായിട്ട്, അല്ലാണ്ട് അവരുടെ മുഖത്ത് ടെൻഷൻ എന്താണെന്നൊക്കെ പറഞ്ഞു, അയ്യോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ആൻസൈറ്റി, അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തോ സംതിങ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് മനസ്സിലാവും. സോ അങ്ങനെ അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളിങ്ങനെ അറിഞ്ഞത്, ആ പെണ്ണ് അങ്ങനെ ഒരു കണ്ടക്ടറുമായിട്ട് ഇഷ്ടത്തിലായി, ആളുടെ കൂട്ടത്തിൽ ഇറങ്ങിപ്പോയി എന്നുള്ള കാര്യം. അപ്പൊ ഞാൻ ഇതിപ്പം ഇതേമാതിരിയുള്ള കുറെ സ്റ്റോറികളല്ല, റിയൽ നടന്ന കാര്യങ്ങൾ നമ്മൾക്ക് എല്ലാം അറിയാവുന്നതാ. അതിന് അന്നത്തെ കാലമെന്നോ ഇന്നത്തെ കാലമെന്നോ, അല്ലെങ്കിൽ അതിനും മുമ്പിലത്തെ നമ്മുടെ അമ്മമ്മമാരുടെ കാലം, അതിനും മുമ്പിൽ, അതൊക്കെ പണ്ട് തൊട്ടേ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഫാർ ബെറ്റർ എന്ന് തോന്നുന്നു. കാരണം അവർ ഒരാളെ സെലക്ട് ചെയ്ത് ഇഷ്ടമില്ല പറഞ്ഞാൽ വിട്ട് കളയുന്നു. അല്ലാണ്ട് ഇതേ രീതിയിൽ ഒരാള് ഹസ്ബൻഡ് ഉള്ളപ്പോ പോവുക, അങ്ങനത്തേത് കുറഞ്ഞു. കാരണം എന്താ പറഞ്ഞാൽ, ഇവര് മാരേജിനേക്കാൾ കൂടുതൽ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ, ലിവിനില് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നവരായതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ അവിഹിതങ്ങളൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അതിനെക്കുറിച്ച് തന്നെ, ഈ അവിഹിതം എന്ന് പറയുന്നത്, അതായത് ഹസ്ബൻഡും കുട്ടികളൊക്കെ ഉള്ളപ്പോൾ വേറെ ആളുകളുടെ കൂടെ പോവുക. നിങ്ങൾക്ക് എല്ലാം ഇങ്ങനത്തെ കഥകളൊക്കെ ഒരുപാട് അറിയാമെന്ന് എനിക്കറിയാം, ഇങ്ങനെയുള്ള റിയൽ നടന്ന കാര്യങ്ങളൊക്കെ. പക്ഷെ അതിനൊക്കെ റീസൺ എന്ന് പറയുന്നത്, ഇപ്പൊ ആ പോയവർക്ക്, അത് ആണ് പോയാലും ശരി പെണ്ണ് പോയാലും ശരി, അവർക്ക് എക്സ്ക്യൂസസ് പറയാനുണ്ടാവും അല്ലെ. ഇപ്പൊ പെണ്ണാ പോയതെങ്കിൽ എന്നെ ഹസ്ബൻഡ് ശരിക്കും നോക്കുന്നില്ല, ഫുൾ ടൈം ജോലിയാണ്, കെയർ ചെയ്യുന്നില്ല, എന്നോട് സ്നേഹം കാണിക്കുന്നില്ല, അങ്ങനെ പറയാനുണ്ടാവും. തിരിച്ച് ആണുങ്ങളാ പോകുന്നതെങ്കിൽ ആണുങ്ങൾക്കും പറയാനുണ്ടാവും, അവള് വീട്ടിൽ വരുമ്പോ ഒക്കെ ശരിക്ക് ശ്രദ്ധിക്കുന്നില്ല, എപ്പോഴും കുട്ടികളുടെ കൂടെ, അങ്ങനെ പറയാനാണ് എക്സ്ക്യൂസസ് ഒരുപാടുണ്ട് അല്ലെ. അപ്പം കുറെ ആളുകളൊക്കെ ഇങ്ങനൊന്നും പോവാണ്ട് ജീവിക്കുന്നത് അവരുടെ ലൈഫിൽ ഇല്ലാത്ത കൊണ്ടാണോ? ഉറപ്പായിട്ടും ഉണ്ടാവും. ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാത്ത ഒരു 0.1% പോലും ആളുകൾ ഉണ്ടാവില്ല. എല്ലാവരും ഒരു രീതിയിൽ, ഇപ്പൊ കുറെ ആളുകൾ ഡയറക്റ്റ് വഴക്ക് പിടിക്കും, ഉള്ളിൽ വെക്കാൻ അറിയാണ്ട് പുറത്ത് സ്ട്രെയിറ്റ് ഫോർവേഡ് പറയുന്നവർ വീട്ടിൽ ഇനിയും കൂടുതലായിരിക്കും വഴക്ക്. അല്ലാത്ത കുറെ ആളുകൾ മനസ്സിൽ അടക്കി വെക്കും, കുറെ പേര് വേറെ ആൾക്കാരുടെ അടുത്ത് ഷെയർ ചെയ്യും. അങ്ങനെ ഏതോ ഒരു രീതിയിൽ അവർ ബാലൻസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നവരുടെ ലൈഫിൽ. അല്ലാണ്ട് അവർ നല്ല ഹാപ്പി ആയിരിക്കുന്നു അതുകൊണ്ടാണ് അവർ വേറെ രീതിയിൽ പോവാത്തത് എന്നല്ല, അത് വെറും മിസ്റ്റേക്കാണ്. അങ്ങനത്തെ അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് മാത്രമാണ്. ഒരു വീട്ടിലും വഴക്കുണ്ടാവാത്തതില്ല, ഡെയിലി വഴക്കുണ്ടാവുന്നു, ചിലപ്പോൾ വീക്ക്ലി വൺസ്, ചിലപ്പോൾ ഡെയിലി 3-4 ടൈംസ്, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ അവർ ബാലൻസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് അല്ലെ. അല്ലാണ്ട് ഉടനെ ഒരാളുടെ ഹസ്ബൻഡിനെ, കുട്ടികളെ ഇട്ട് എറിഞ്ഞിട്ട് വേറൊരാളുടെ പുറകെ പോവുക, അത് തെറ്റല്ലേ. നിങ്ങൾക്ക് 7 years each എന്ന് കേട്ടിട്ടുണ്ടോ? 7 years each എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മാരേജ് കഴിഞ്ഞ് ഒരു 7 years
7 years ആവുമ്പോഴേക്കും ഈ ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ആ ഒരു അട്രാക്ഷനോ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഇമോഷണൽ ഫീലിങ്സ് ബോണ്ടിങ് അതൊക്കെ ഒന്ന് കുറയാനായിട്ടുള്ള ചാൻസസ് കൂടുതലത്രേ. അവർ തമ്മിലുള്ള ഡിസപ്പോയിൻമെന്റ് കൂടാനുള്ള ചാൻസ് കൂടുതലാണത്രേ. സോ അതിനെയാണ് 7 years ഇച്ച് എന്ന് പറയുന്നത്. ആ 1 year തൊട്ട് ഇങ്ങനെ കുറഞ്ഞ് 7 years, പിന്നെ ആ 7 yearsലാണ് അത്ര ഇത് കൂടുതലായിട്ടും കാണുന്നത്. സോ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ മേ ബി കുറെ സ്റ്റോറികൾ, ഞാൻ ഇപ്പൊ പറഞ്ഞ പോലത്തെ കുറെ കഥകൾ നമ്മൾ കേട്ടിട്ടുള്ള ആ ഇൻസിഡൻസ് എടുത്ത് നോക്കിയാൽ മേ ബി അത് 7 years അല്ലെങ്കിൽ അതിൽ കൂടുതൽ അല്ല. ഇപ്പൊ പറഞ്ഞു വരുമ്പോൾ നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾക്കറിയാം 1 year 2 yearsലും കൂടെ പോയിട്ടുള്ള ആളുകളും ഉണ്ട്. പക്ഷെ നമ്മളിങ്ങനെ ഒരു ടോട്ടലായിട്ട് എടുത്ത് നോക്കിയാൽ ഓൺ ആൻ ആവറേജ് നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും അത് ഈ 7 years കഴിഞ്ഞു പോയുള്ള ആളുകളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഞാൻ കേട്ടിട്ടുള്ള കുറെ സ്റ്റോറികളിൽ ഈ 7 yearsന് മേളിലേക്കുള്ള ആളുകളാണ്. അതായത് ആഫ്റ്റർ മാരേജ് 7 years ഒക്കെ കഴിഞ്ഞിട്ട് 10 years 12 years അല്ലെങ്കിൽ മോർ ദാൻ ദാറ്റ് ഈവൻ 20 yearsലൊക്കെ പോയ ആളുകളും ഉണ്ട്. സോ അതൊന്നും ശരിക്കും പറഞ്ഞാൽ അതൊന്നും എക്സ്ക്യൂസ് അല്ല. അല്ലെങ്കിൽ എനിക്ക് തീരെ പറ്റുന്നില്ല. ഇപ്പൊ നമ്മളെ അറിയണ്ടല്ലോ സെലിബ്രിറ്റീസ് വരെ 15-20 years ഒക്കെ കഴിഞ്ഞിട്ടും ഡിവോഴ്സ് ചെയ്യുന്ന ആളുകൾ. ശരിക്കും ഈ 7 years ഇച്ച് എന്തൊന്ന് ഉണ്ടായിരിക്കില്ല അല്ലെ. എനിക്കിപ്പോ തോന്നുന്നത് എന്താ അറിയോ, ഈ നമ്മളുടെ വേൾഡിൽ കുറെ റിസർച്ചേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. സോ ഇങ്ങനെ വേൾഡിൽ നടക്കുന്ന ഈ സംഭവങ്ങളൊക്കെ കൂടി പോകുമ്പോൾ അവർ തന്നെ മേ ബി ഇങ്ങനെ ഈ റിസർച്ചേഴ്സ് എടുത്ത് നോക്കിയിട്ടുണ്ടാവും എന്താണ് ഇവർക്ക് എന്താ പ്രശ്നം, ഇവർക്ക് എന്താ. അങ്ങനെ കുറെ ആളുകൾ, ഒരു 100 അല്ലെങ്കിൽ 1000 ആളുകളെ എടുത്ത് നോക്കുമ്പോൾ അതില് അവര് മേ ബി ഇപ്പൊ സപ്പോസ് 100 members ആണെങ്കിൽ അതിലൊരു 90 members മേ ബി കുറച്ചിങ്ങനെ ഈ 7 years കഴിഞ്ഞ് പോയുള്ള ആളുകളായിരിക്കും. സോ അവരപ്പോ ഇങ്ങനെ ഒരു ഹൈപ്പോത്തസിസിലേക്ക് വന്നതായിരിക്കാം. മേ ബി ഈ 7 years കഴിയുമ്പോൾ എന്തോ സംതിങ് ഒന്ന് നടക്കുന്നുണ്ട് ഇവരുടെ ഇടയിൽ. സോ അവരെ വെച്ചിട്ട് ഒരു സർവേ നടത്തുക, അങ്ങനെയൊക്കെ ചെയ്ത് അല്ലെങ്കിൽ റിസർച്ച് നടത്തുക, അങ്ങനെയൊക്കെ ചെയ്ത ശേഷം അവരൊരു കൺക്ലൂഷനിൽ എത്തുകയാണെന്ന് തോന്നുന്നു. ആ കൺക്ലൂഷനാണ് ഈ പറയുന്ന 7 years ഇച്ച് എന്ന് പറയുന്നത്. സോ ആക്ച്വലി അത് മാത്രല്ല കുറെ എക്സ്ക്യൂസസ് ആളുകൾക്ക് പറയാനുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ശരി, അങ്ങനെയുള്ളപ്പോ രണ്ടുപേരും പരസ്പരം പറഞ്ഞു, എന്തായാലും ഇപ്പൊ ഒരാൾക്ക് ഇഷ്ടമില്ല, ഇപ്പൊ പോകുന്നത് പെണ്ണാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് കുറച്ച് ഹാപ്പി ആയിട്ടായിരിക്കും പോകുന്നത്. പക്ഷെ ഹസ്ബൻഡ് അവിടെ നിൽക്കുന്ന ആ പൊസിഷനിലുള്ള ഹസ്ബൻഡിന് വിഷമായിരിക്കും. സോ വൈസ് വേഴ്സ തിരിച്ചാണെങ്കിലും ആ പോകാത്ത ആൾക്കാരായിരിക്കും വിഷമം ഉണ്ടാകുക. പക്ഷെ ഈ ഇറങ്ങി പോകുന്നതിനേക്കാളും ബെസ്റ്റ് അല്ലേ നമുക്ക് വിഷമത്തോടെ ആണെങ്കിലും നമ്മൾ ബായി കൊടുത്ത് ഹാപ്പി ആയിട്ട് ഡിവോഴ്സ് ചെയ്ത് പിരിയുന്നത്. അതിന് ശേഷം അവർ ആരുടെയെങ്കിലും കൂടെ പോട്ടെ അല്ലേ, അതല്ലേ ശരി.